അപ്പോൾ സിനിമാ ബഡ്ജറ്റും തിയേറ്റർ കളക്ഷനും പാർട്ട് 3. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഡിസ്ട്രിബ്യൂട്ടറുടെ റോളാണ്. അത് വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ, ഇന്ന് ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് എന്റെ വീട്ടിലിരിക്കുകയാണ്. കേരളത്തിലാകമാനം 700 മേലെ തിയേറ്ററുകളുണ്ട്. ഈ 700 തിയേറ്ററുകളിലും കയറി ഇറങ്ങി എന്റെ സിനിമ അവിടെ പ്രദർശിപ്പിക്കാനുള്ള ഡീൽ ആക്കിയെടുക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെയാണ് ഡിസ്ട്രിബ്യൂട്ടറുടെ റോൾ വരുന്നത്. ഞാൻ ഈ സിനിമ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ ഏൽപ്പിക്കും. അവർക്കാണെങ്കിൽ എല്ലാ തിയേറ്ററുകളുമായും ബന്ധമുണ്ടാവും, അതുവഴി ഡീൽ ഉറപ്പിക്കാനും കഴിയും. പക്ഷേ ഇവിടെ 1-2 പോയിന്റുകൾ ഉള്ളത്. ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ എനിക്ക് പണം തന്ന് സിനിമയുടെ വിതരണാവകാശം എന്റെ കയ്യിൽ നിന്ന് സ്വന്തമാക്കണം. പക്ഷെ അങ്ങനെ അവർ എനിക്ക് പണം തരണമെങ്കിൽ അവർക്ക് എന്റെ സിനിമ ഇഷ്ടപ്പെടണമല്ലോ. ഈ പടം തിയേറ്ററുകളിൽ എത്തിച്ചാൽ അത് വിജയിക്കുമെന്ന് അവർക്ക് കൂടി തോന്നണമല്ലോ. എന്നാൽ മാത്രമല്ലേ കാശ് തന്ന അവരത് എന്റെ കയ്യിൽ നിന്ന് എടുക്കുകയുള്ളൂ. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആരും അത് എടുക്കില്ല എന്നുള്ള സാഹചര്യത്തിലാണ് ഒരു പ്രൊഡ്യൂസർ തന്നെ തന്റെ കയ്യിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് സ്വയം ഒരു ഡിസ്ട്രിബ്യൂട്ടറായി മാറുന്നത്. പണ്ട് എന്നെന്നും കണ്ണേട്ടൻ എന്ന ചിത്രത്തിന്റെ തമിഴ് റീമേക്കായ വർഷം 16 എന്ന സിനിമ സംവിധായകൻ ഫാസിൽ നിർമ്മിച്ച് സംവിധാനം ചെയ്യുകയും എന്നാൽ ഈ സിനിമ ഏറ്റെടുക്കാൻ തമിഴ്നാട്ടിലെ ഒരു ഡിസ്ട്രിബ്യൂട്ടറും തയ്യാറായില്ല. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തന്റെ സുഹൃത്തുക്കൾ വഴി ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അക്കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു സംവിധായകനും പ്രൊഡ്യൂസറുമായ ആലപ്പി അഷ്റഫ്. ഇദ്ദേഹം തമിഴ്നാട്ടിലെ ഒരു ഏരിയ ഏറ്റെടുക്കുകയും എന്നാൽ ആ ഏരിയയിലെ ഒരൊറ്റ തിയേറ്ററുകാരും ഈ സിനിമ ഏറ്റെടുക്കാതിരിക്കുകയും ഏറ്റവും ഒടുക്കം റൂറൽ ഏരിയയിലെ ഒരു തിയേറ്ററിൽ ഈ സിനിമ കളിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആദ്യത്തെ 2 ഷോയ്ക്ക് ശേഷം ജനങ്ങൾ ഇടിച്ചു കയറി പടം ബ്ലോക്ക് ബസ്റ്റർ ആവുകയും ചെയ്തു. സോ ഇവിടെ ആലപ്പി അഷ്റഫിന്റെ റോൾ എന്തായിരുന്നു? അദ്ദേഹമായിരുന്നു ആ സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടർ. പക്ഷേ സാധാരണഗതിയിൽ മുഴുവൻ പണമടച്ച് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് സിനിമ വാങ്ങിയതിനു ശേഷമാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഈ കേസിൽ അങ്ങനെയല്ല സംഭവിച്ചതെന്ന് അദ്ദേഹം തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് ഈ പടത്തിന്റെ തമിഴ്നാട്ടിലെ ഒരു ഏരിയയിലെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്ത് ഇദ്ദേഹം പടം വാങ്ങിക്കുന്ന സമയത്ത് മുഴുവൻ പൈസയും പ്രൊഡ്യൂസറായ ഫാസിലിന് കൊടുത്തിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. എന്നിട്ടും പ്രൊഡ്യൂസർ ഫാസിൽ ആ സിനിമ അദ്ദേഹത്തിന് കൊടുത്തുവിട്ടു. കാരണം ആ സിനിമ തിയേറ്ററിൽ എത്തേണ്ടത് പ്രൊഡ്യൂസറുടെ കൂടെ ആവശ്യമാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടറുടെ റോൾ അഥവാ ഇടനിലക്കാരൻ. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് സിനിമ പെട്ടിയിലാക്കി തിയേറ്ററിൽ എത്തിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഡിസ്ട്രിബ്യൂട്ടറുടെ പ്രധാന റോൾ. എന്നാൽ ഇന്ന് കാര്യങ്ങളെല്ലാം സാറ്റലൈറ്റ് വഴിയാണ്. സോ തന്റെ കയ്യിലുള്ള ഒരു സിനിമ കേരളത്തിൽ എല്ലാ തിയേറ്ററിലും എത്തിക്കാൻ പ്രൊഡ്യൂസറോ ആൾക്ക് കീഴിലുള്ള ആളുകളോ തിയേറ്ററിലേക്ക് നടന്നു പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ന് ഒട്ടുമിക്ക പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൂടിയാണ്. അവർക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സായി മാത്രം ആക്ട് ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ അടുത്തിറങ്ങിയ ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമ വിതരണക്കാരില്ലാതെ നിൽക്കുകയായിരുന്നു. എന്നാൽ വേഫെയറർ ഫിലിംസ് എന്ന പ്രൊഡക്ഷൻ പ്ലസ് ഡിസ്ട്രിബ്യൂഷൻ ഹൗസ് ഈ സിനിമ കാണുകയും അത് വിതരണത്തിനെടുക്കുകയും ചെയ്തു. കാരണം അത് പ്രൊഡ്യൂസ് ചെയ്ത ആളുകൾക്ക് അത് വിതരണത്തിനെത്തിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിതരണക്കാർ ഇന്നും റെലവന്റ് ആണ്. മറ്റൊരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ, എനിക്ക് എന്റെ ഒരു സിനിമ കേരളത്തിന് പുറത്ത് റിലീസ് ചെയ്യണമെങ്കിൽ എനിക്ക് തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ തിയേറ്ററുകാരുമായി നേരിട്ട് ബന്ധമില്ലെങ്കിൽ തീർച്ചയായും എനിക്ക് അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ആവശ്യമാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ അവർ എന്റെ പടം ഏറ്റെടുക്കണമെങ്കിൽ അവർക്ക് ഞാൻ എന്റെ സിനിമ കാണിച്ചു കൊടുക്കണം, അത് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യണം. ഫോർ എക്സാമ്പിൾ, തെലുങ്കിൽ നിർമ്മിച്ച ബാഹുബലി ഫസ്റ്റ് പാർട്ട് എന്ന സിനിമ ബോളിവുഡിലെ പ്രൊഡ്യൂസർ കം ഡിസ്ട്രിബ്യൂട്ടറായ കരൺ ജോഹറിന് അവർ കാണിച്ചു കൊടുക്കുകയും ആ പ്രൊഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ട അദ്ദേഹം നോർത്ത് ഇന്ത്യ മൊത്തം ആ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് ഏൽക്കുകയും ചെയ്യുന്നു. സോ പ്രൊഡ്യൂസറായിരുന്ന കരൺ ജോഹർ ബാഹുബലിയെ സംബന്ധിച്ച് ഒരു ഡിസ്ട്രിബ്യൂട്ടറായി മാറി.